ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രണ്ടർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ അല്ല, റീമേക്ക് കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത്. മുഫ്തി വേഴ്സസ് ഇറ്റ്സ് റീമേക്ക് കമ്പാരിസൺ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മുഫ്തിക്ക് എവിടെയാണ് റീമേക്ക് ഉണ്ട്? തമിഴിൽ പടത്തിൻ്റെ പേര് പത്തല എന്നാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മുഫ്തി വേഴ്സസ് റീമേക്ക് കമ്പാരിസൺ ഒരു മാച്ച് ആരംഭിക്കലാമാ? ഫസ്റ്റ് റൗണ്ട് ഹീറോസ് പെർഫോമൻസ്. മുഫ്തി സിനിമയിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചത് ശിവരാജ് കുമാറും പത്തതലയിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചത് നിങ്ങൾക്കറിയാം സിംബുവാണ്. സിലംബരാസൻ ടി.ആർ അദ്ദേഹമാണ്. രണ്ടുപേരുടെ ആക്ടിങ് വൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഗുഡ് ഇസ് ശിവരാജ് കുമാർസ് പെർഫോമൻസ്. പക്ഷേ STRൻ്റെ അത് വെച്ച് അവരുടെ ആക്ടിങ് എങ്ങനെയുണ്ടെന്ന് അതെന്താ അങ്ങനെ പറയാൻ ചോദിച്ചാൽ STRൻ്റെ ആക്ടിങ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മീൻസ് ആ റോള് ശിവരാജ് കുമാറിൻ്റെ റോള് അങ്ങേർക്ക് ഒട്ടും സൂട്ടാകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മുഫ്തി 1 പത്തല 0. സെക്കൻഡ് റൗണ്ട് സെക്കൻഡ് ഹീറോ പെർഫോമൻസ്. നിങ്ങൾക്കറിയായിരിക്കും മുഫ്തിയിലും പത്തലയിലും ശരിക്കും 2 ഹീറോസ് ഉണ്ട്. അതിൽ സെക്കൻഡ് ഹീറോൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. മുഫ്തിയിൽ സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിച്ചത് റോറിങ് സ്റ്റാർ ശ്രീമുരളിയാണ്. മീൻസ് ബഗീരനാണ്, ബഗീര ഗ്രമത്തിലൊക്കെ നടൻ. മറ്റേതിൽ പത്തതിൽ സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിച്ചത് ഗൗതം കാർത്തിക്കാണ്. മീൻസ് അറിയാമല്ലോ, നമ്മുടെ കടൽ സിനിമയിലുണ്ട്. പിന്നെ ഇവൻ തന്തിരൻ എന്ന് പറയുന്ന സിനിമയുണ്ട്, ഒരാളുകൂടി പടമാണ്. അതിലും ഇവൻ തന്നെയാണ് നായകൻ. ഇത് രണ്ടും മാത്രമേ ഞാൻ കണ്ടു. പിന്നെ മുത്തുരാമലിംഗം എന്ന് പറഞ്ഞൊരു ഊളപ്പടമുണ്ട്, ഇവൻ തന്നെ നായകൻ. മുത്തുരാമലിംഗം രോഗമായിരുന്നു, അത് വേറെ കാര്യം. ഇതിലോട്ട് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ശ്രീമുരളിയുടെ ക്യാരക്ടറാണ്. ശ്രീമുരളി ആ ക്യാരക്ടറിൽ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മുഫ്തി 2 പത്തല 0. നെക്സ്റ്റ് റൗണ്ട് ഹീറോയിൻസ് പെർഫോമൻസ്. ഹീറോയിൻ എന്ന് പറയാൻ മുഫ്തിയിൽ ഹീറോയിൻ എന്ന് പറയുന്നത് ഷാൻവി സർവയാണ്. ശരിക്കും ഫസ്റ്റ് ഹീറോയ്ക്ക് ഹീറോയിൻ ഇല്ല, സെക്കൻഡ് ഹീറോയ്ക്കാണ് ലവർ. അത് പറയാൻ മറന്നു, മീൻസ് ഹീറോയിനുള്ളത് ഷാൻവി ശ്രീവത്സവയാണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്, ഹീറോയിൻ ക്യാരക്ടർ. മറ്റേതിൽ പത്തതിയിലാണെങ്കിലും നായകന് ക്യാരക്ടറില്ല, ഹീറോയിൻ ഇല്ല. സെക്കൻഡ് ഹീറോയ്ക്കാണ് ഹീറോയിനുള്ളത്. അത് അഭിനയിച്ചിരിക്കുന്നത് പ്രിയ ഭവാനി ശങ്കറാണ്. ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷാൻവി ഇസ് ബെസ്റ്റ് എന്ന് പറയാനുള്ളതുകൊണ്ട് മുഫ്തി 3 പത്തല 0. ആൻഡ് ഫോർത്ത് റൗണ്ട് വില്ലൻസ് പെർഫോമൻസ്. മുഫ്തിയിൽ വില്ലനായിട്ട് വന്നത് പ്രജ്വൽ ദേവരാജിൻ്റെ അച്ഛനായിട്ടുള്ള ദേവരാജ് ഏട്ടനാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, കുറച്ചൊക്കെ അറിയാം ദേവരാജ് ആരാന്ന് പറയേണ്ട ആവശ്യമില്ല. തമിഴ് മീൻസ് പത്തലയിൽ വില്ലനായിട്ട് അഭിനയിച്ചത് ഗൗതം വാസുദേവ് മേനോനാണ്. പക്ഷേ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ട് ഗൗതം വാസുദേവ് മേനോൻ്റെ പെർഫോമൻസാണ്. അതുകൊണ്ട് അല്ല, ദേവരാജിൻ്റെ ക്യാരക്ടർ ഓക്കെ, വില്ലനിസം നല്ലതായിരുന്നു. പക്ഷേ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഗൗതം വാസുദേവ് മേനോൻ്റെ വില്ലത്തരമാണ് ഇൻ പത്തല. അതുകൊണ്ട് മുഫ്തി 3 പത്തല 1. ഇനി അടുത്തത് ഹീറോസ് ട്രാൻസ്ഫോർമേഷൻ സീൻ. ഇപ്പോൾ മുഫ്തി സിനിമയും പത്തലയും നോക്കുകയാണെങ്കിൽ മുഫ്തിയിൽ ഫസ്റ്റ് മുഫ്തി പറയാം. മുഫ്തിയിലാണെങ്കിലും പത്തലയിലാണെങ്കിലും ഹീറോനെ സെക്കൻഡ് ഹാഫിലെ പകുതി വരെ ഒരു ചീത്തയാൾ എന്നുള്ള ഇതിൽ വില്ലൻ ക്യാരക്ടർ എന്നൊക്കെ വിചാരിച്ചിരുന്ന നമ്മൾ പെട്ടെന്ന് ഒരു സെക്കൻഡ് ഹാഫിൻ്റെ പകുതി തൊട്ട് അങ്ങേരാണ് ഹീറോ എന്ന് നമ്മളെ തോന്നിപ്പിച്ചിരുന്നത്. അതൊരു ട്രാൻസ്ഫോർമേഷൻ സീനിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ അത് മുഫ്തിയിലെ ട്രാൻസ്ഫോർമേഷൻ സീനാണ് കുറച്ചും കൂടി നല്ലത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം മുഫ്തിയിൽ ആ ട്രാൻസ്ഫോർമേഷൻ സീന് ശേഷം ഒരു പാട്ടിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് മുഫ്തിയിൽ ഒരു പാട്ട് എത്തിച്ചില്ല, പക്ഷേ ഇതിൽ ഒരു പാട്ട് എത്തിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. എന്തിലോട്ട് അതുകൊണ്ട് മുഫ്തി 4 പത്തല 1. അടുത്ത റൗണ്ട് BGM ആൻഡ് സോങ്സ്.
മുഫ്തിയിൽ ഇല്ല സോങ്സ് ആൻഡ് ബി ജി എം വെച്ച് നോക്കുമ്പോൾ ബി ജി എം ഇസ് സൂപ്പർ, ബട്ട് സോങ്സ് കൊള്ളാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ പദ്ധതിയിൽ വെച്ച് നോക്കുമ്പോൾ ബി ജി എം സുമാറാണ്, കോപ്പി അടിച്ച് ചെയ്യുകയാണ്. മുഫ്തിയിൽ അതേപാടി കോപ്പി അടിച്ച് ചെയ്യുകയാണ്. എന്നാൽ സോങ്സ് സൂപ്പറാണ്. അതുകൊണ്ട് സോങ്സ് വൈസ് പദ്ധതിയിലെ സൂപ്പറാണ്, പക്ഷേ ബി ജി എം വൈസ് മുഫ്തി സൂപ്പറാണ്. അതുകൊണ്ട് മുഫ്തി 5 പദ്ധതിയിലെ 2. ഇനി അടുത്തത് ഇൻട്രോൽ ബ്ലോക്ക് അഥവാ ഹീറോ സെൻട്രി എന്നാണ് ഞാൻ പറയാം. മുഫ്തിയിലെയും പദ്ധതിയിലെയും ഇൻട്രോൽ ബ്ലോക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഫ്തിയിലെ ഇൻട്രോൽ ബ്ലോക്കാണ്. അതുകൊണ്ട് മുഫ്തി 6 പദ്ധതിയിലെ 2. ഇനി അനിയത്തി ചേട്ടൻ ഒന്നാമത് സീൻ അത് വെച്ച് നോക്കുമ്പോൾ മുഫ്തി സൂപ്പർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മുഫ്തി 7 പദ്ധതിയിലെ 2. ഇനി അടുത്തത് ക്ലൈമാക്സ് ഫൈറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ മുഫ്തിയിലും പദ്ധതിയിലും വെച്ച് നോക്കുമ്പോൾ മുഫ്തിയിൽ ക്ലൈമാക്സ് ഫൈറ്റിൽ ശിവരാജ് കുമാർ ഒറ്റയ്ക്കല്ല ഫൈറ്റ് ചെയ്യുന്നത്, ശ്രീമറിനെയും കൂടി ചേർന്നിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. എന്നിട്ട് വില്ലനെ കൊല്ലുന്നു. എന്നിട്ട് ഇങ്ങനെ അണ്ടർ കവറാണല്ലോ, അപ്പോൾ ഇങ്ങനെയാണ് ശിവരാജ് കുമാർ സറണ്ടറാണ്. എന്നിട്ട് അയാൾ പോലീസിനെ അയാൾ ജയിലിലാവുന്നു. പക്ഷേ എന്നാൽ ശ്രീമുഖിക്ക് അതൊരു നല്ല മനുഷ്യനാണ്, അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് അങ്ങേർക്ക് അറിയായിരുന്നു. പക്ഷേ അറസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഡ്യൂട്ടി ഇടുന്നതുകൊണ്ട് അങ്ങനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പദ്ധതിയുടെ ക്ലൈമാക്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഹോസ്പിറ്റലിലാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്താ വെടി കിട്ടി. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം കയറിയിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആക്കിരെ വിളിച്ചിട്ട് ഞാൻ എന്താ തുടപ്പോറ് എന്ന് പറയണമെങ്കിൽ ആണ് സംഭവം കാണിച്ചിരിക്കണത്. എല്ലാവരും കൂടി കയറി വരും. എന്നിട്ട് ഇവന്മാരെല്ലാവരും വെടിവെപ്പ് അത് കഴിഞ്ഞ് മതിങ്ങനെ കുത്തിക്കൊല്ലും ഗൗതം വാസുദേവനെ. എന്നിട്ട് ഇങ്ങനെ സറണ്ടറായിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇയാളെ വെറുതെ വിടും. അങ്ങനെയായിരുന്നു അതുകൊണ്ട് ക്ലൈമാക്സ് വൈസ് മുഫ്തി സൂപ്പർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു ഇമോഷണൽ ആയിട്ട് ക്ലൈമാക്സ് വർക്കായിട്ടുണ്ട്, പക്ഷേ അതിൽ ഇമോഷണലായിട്ട് വർക്കായില്ല. സോറി, വേറൊന്നും പറയാനില്ല ഗൈസ്, ഇത്ര പറയാനുള്ളത്. ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ഈ റീമേക്ക് കമ്പാരിസൺ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ആദ്യത്തെ വയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബൈ ബൈ ഡെൽറ്റ വിസ്കസ്.